വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ളൊരു കൂന്തൽ റോസ്റ്റാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റ്. ഈ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ റിങ്സ് ആക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം 700 ഗ്രാം കൂന്തലാണ് ഉള്ളത്. ഇത് കൂടാതെ വേണ്ടുന്നത് 3 മീഡിയം സൈസിലുള്ള സവോള ചെറുതാക്കി അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചത്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നാരങ്ങയുടെ നീര്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കൂന്തൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് ഈ കൂന്തലൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഇത് കുറേ നേരം ഇട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർഡായി പോകും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയിൽ നിന്ന് 1/2 ടീസ്പൂൺ, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് മാക്സിമം മതിയാവും ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്വിഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് വെള്ളം ഇതിനകത്ത് ബാക്കിയുണ്ട്. അത് നമ്മൾ സവോളയൊക്കെ വഴറ്റി ഈ സ്ക്വിഡ് അതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ചെയ്യേണ്ടത് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പം മഞ്ഞൾപ്പൊടിയിൽ നമ്മൾ 1/2 ടീസ്പൂൺ സ്ക്വിഡ് വേവിച്ച കൂട്ടത്തിൽ ചേർത്തു. അതുപോലെ തന്നെ മുളക് പൊടിയും 1/2 ടീസ്പൂൺ സ്ക്വിഡ് വേവിച്ച കൂട്ടത്തിൽ ചേർത്തിരുന്നു. ബാക്കിയുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി വരെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഈ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ, അതിനകത്ത് കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് സ്ക്വിഡ് വേവിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം നമ്മൾ ആ വെള്ളം ഇതിനകത്ത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം ഇട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താലേ ഉള്ളൂ ആ വെള്ളം ഒന്ന് പറ്റി കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സ്ക്വിഡ് നല്ല ഹാർഡായി പോവുകയും ചെയ്യും. അപ്പം ഒരല്പം വെള്ളം ഒഴിച്ച് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ച് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഈ മസാലയൊക്കെ ആ സ്ക്വിഡിലേക്ക് പിടിച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഒരു ഡ്രൈ റോസ്റ്റ് പരുവാവും. ഇപ്പോൾ നമ്മുടെ സ്ക്വിഡിലുണ്ടായിരുന്ന വെള്ളമെല്ലാം പറ്റി നല്ലൊരു ഡ്രൈ റോസ്റ്റ്
ഇനി ഇതിനകത്തേക്ക് ഒരല്പം പുളിക്ക് വേണ്ടിയിട്ട് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് അഥവാ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസായി എന്നെ അറിയിക്കാനും മറക്കരുത്. ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കുക്ക് വിത്ത് റിനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലേ ഉള്ളൂ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.